ആ സൂര്യനമ്പൂരിയുടെ കണ്ണു വെട്ടിച്ച എല്ലാ ദിവസവും തമ്പുരാന് വരുന്ന എഴുത്തുകളൊക്കെ തപ്പിക്കൊണ്ടുവരുന്ന എന്നാണാവോ ആ പോസ്റ്റ്മാൻ കാലുമാറുന്നത്? ഓരോ ദിവസവും വരുന്ന അപേക്ഷകൾ കണ്ടാൽ തോന്നും ഈ ലോകത്തുള്ള സകല ചെറുപ്പക്കാരും ക്ഷത്രിയരാണെന്ന്. എല്ലാവർക്കും ഇവിടെ കയറി പറ്റുകയും വേണം. മനുഷ്യന്റെ ഓരോ ഗതികേടേ. നീ വായിക്കേ. ചിറ്റിലശ്ശേരി കോവിലകത്ത് ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്തമ്പുരാൻ. എന്റെ അച്ഛൻ മാമാങ്കത്തിന് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല. അയാള് രക്ഷപ്പെട്ടു. അവന്റെ മാമാങ്കത്തിന് പോകേണ്ട സമയം. ഇത് മുഴുവൻ വാരിക്കളയണം. ആ സൂര്യനമ്പൂരി എങ്ങനെ കണ്ട നമ്മുടെ ആഫീസ് പൂട്ടും. എല്ലാ ദിവസവും ഓരോ വണ്ടി നിറയെ അപേക്ഷകൾ. ഓ, ഇതെന്തുവാ ഇത്? നോവല? അല്ല, എഴുത്താ. പവിത്ര, ഒരുത്തൻ ഫോട്ടോ അടക്കം അപേക്ഷ അയച്ചിരിക്കുന്നു. കൊല്ലപ്പടി മാർത്താണ്ഡവർമ്മ തമ്പുരാൻ, MSc, PhD. ഞാനൊരു തികഞ്ഞ ക്ഷത്രിയനാണ്. ഞാൻ കളരിപ്പയറ്റിലും സംഗീതത്തിലും ജ്യോത്സ്യത്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഞങ്ങളുടെ പൂർവികർ യുദ്ധവീരന്മാരാണ്. ഞങ്ങൾ കൊല്ലപ്പടി രാജവംശക്കാരാണ്. ഞാൻ ഈ മാസം 14-ാം തീയതി തൃപ്പത്തൂർ കോവിലകത്ത് വന്ന് അങ്ങയെ മുഖം കാണിക്കും. നാളെയാണ് 14-ാം തീയതി. ഇവൻ പാരയാണ്. പണ്ടാറടങ്ങാനായിട്ട് ഒരിക്കലും നിലക്കാത്തൊരു ക്ഷത്രിയ പ്രവാഹം. ഇതുപോലെ വന്ന എത്ര എണ്ണത്തിന് നമ്മൾ ഓടിച്ചതാണ്. ഇവരെയും നമ്മൾ അതുപോലെ ഓടിക്കും. കൊല്ലപ്പടി മാർത്താണ്ഡവർമ്മ തമ്പുരാൻ, ഇന്ന് വാമോനെ. ഹലോ, ടാക്സി. തിരുമാർത്താണ്ഡവർമ്മയ്ക്ക് സ്വാഗതം. എനിക്കോ സ്വാഗതം? ഞാനാണ് തിരുമാർത്താണ്ഡവർമ്മ. അയ്യോ, നമസ്കാരം തിരുമേനി. നമസ്കാരം. ഇത് സ്വീകരിച്ചാലും എന്താ ഇതൊക്കെ? ഞങ്ങൾ തൃപ്പത്തൂർ കൊട്ടാരത്തിന് വരിക. തമ്പുരാനെ സ്വീകരിച്ചുകൊണ്ടിരുന്ന കൊട്ടാരത്തിൽ അയച്ചതാ. ഞാൻ ഇതൊന്നും തീരെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളും ഇതൊന്നും തീരെ പ്രതീക്ഷിച്ചല്ല. എന്ത്? അല്ല, തമ്പുരാൻ ഇത്രയും സിമ്പിൾ ആണെന്ന്. അതെ, സംസാരിച്ചിന്ന് സമയം കളയണ്ട. നമുക്ക് ഉടനെ കൊട്ടാരത്തിലോട്ട് പോവാം. അതിനെന്താ? ഗാനഭൂമിന്നൊക്കെ പാസ്സായിട്ടുള്ളതല്ലേ? നാട്ടിൽ ചെന്ന് വല്ല ഹരികഥയോ കച്ചേരിയൊക്കെ നടത്തി ജീവിച്ചോണം. നല്ലേ പറഞ്ഞത്. ഒന്ന് വെറുതെ ഇരിക്കട്ടെ. ഇനി ഈ പരിസരത്തെങ്ങാൻ കണ്ടുപോയാ, പ്രത്യേകിച്ച് കൊട്ടാരത്തിന്റെ ഏരിയയില്, പിന്നെ തിരിച്ചു പോകലുണ്ടാവില്ല. അയ്യോ, ഞാൻ തിരിച്ചു പോകാൻ വന്നതല്ല, തമ്പുരാനാവാൻ വന്നതാ. നിന്നെ ഞാൻ തമ്പുരാനാക്കടാ. ഓർഡാ തണ്ടി. ഒന്ന് ഞാൻ ഓണലൂർ രാജാവിന്റെ പ്രിയപുത്രിയായിരുന്ന നന്ദിനി രാജകുമാരിയുടെ തലയേറ്റ് വീണ മണ്ണ് സ്നേഹിച്ച പുരുഷനെ സ്വന്തമാക്കാൻ വേണ്ടി ദിവസവും മകീരം കാവിൽ വന്ന് ദേവിയുടെ മുന്നിൽ കുങ്കുമമെറിഞ്ഞ് പ്രാർത്ഥിച്ച് ഒടുവിൽ രാജഭടന്മാരാൽ ആക്രമിക്കപ്പെട്ട് കാവിന്റെ മുന്നിലുള്ള കുങ്കുമക്കൂട്ടിൽ കിടന്ന് മരിച്ച രാജകുമാരിയുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നടത്തുന്ന ഉത്സവം കുങ്കുമോത്സവം. ഇതാണ് കുങ്കുമോത്സവത്തിന് തൃപ്പത്തൂർ ദേവി എഴുന്നള്ളിയെത്തുന്ന മകീര്യം കുന്ന്. അന്നു മുതൽ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൊട്ടാരത്തിൽ നിന്നും ദേവി എവിടേക്ക് എഴുന്നള്ളിക്കാറുണ്ട്. മുറപ്രകാരം തൃപ്പത്തൂർ രാജവംശത്തിൽപ്പെട്ട് കന്യയായ കുമാരിക്ക് മാത്രമേ ദേവിയെ അനുഗമിക്കാൻ അവകാശമുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പൊന്നുമോൾ സേതു ലക്ഷ്മി വിളക്ക് തെളിയിച്ചതും കാവിൽ തൊഴുതു വന്നതും ഇന്നും മായാതെ എന്റെ മനസ്സിലുണ്ട്. വളരെ കാലം മുമ്പ് ഈ മലഞ്ചെരുവിലാകെ നീല ശംഖുപുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. വർഷങ്ങളോളം തപസ് ചെയ്ത് നേടിയെടുത്ത് ജന്മസാഫല്യം പോലെ സ്നേഹിച്ച പുരുഷനു വേണ്ടി പ്രാണൻ നൽകിയ രാജകുമാരിയുടെ കണ്ണുകളെപ്പോലെ
ഈ കുന്നുകൾക്ക് എപ്പോഴും പ്രതീക്ഷയാണ്. വീണ്ടും വീണ്ടും പൂക്കൂന്ന്. ഈ നീലഗിരി കുന്നുകളുടെ മനസ്സ് നമുക്കും കിട്ടിയിരുന്നെങ്കിൽ അല്ലേ തമ്പുരാട്ടി? കുട്ടി എന്നെ തമ്പ്രാട്ടിന്ന് വിളിക്കണ്ട. പിന്നെ പിന്നെ എന്താ വിളിക്കുക? കുട്ടിക്ക് എങ്ങനെ വിളിക്കാനാ ഇഷ്ടം? തമ്പുരാട്ടി, നേരം കുറെ കൊട്ടാരത്തിൽ നിന്ന് പോന്നിട്ട് അതിനെന്താ ശേഖരം പിള്ളേ? തമ്പുരാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഈ കുട്ടിയായിട്ട് വർത്താനം പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ഇനി ഏതായാലും വൈകണ്ട, വരൂ പോകാം. വാ. തമ്പുരാൻ വെടികൊണ്ട പന്നിയെ പോലെ കൊട്ടാരത്തിൽ ചുറ്റി കിടന്ന് ഓടുന്നുണ്ടല്ലോ, എന്താ കാര്യം? നീ വല്ല മണ്ടത്തിൽ എഴുന്നള്ളിച്ചോ? ഭയപ്പെടുത്തി കളഞ്ഞല്ലോ. ഇന്നത് എന്തു പറ്റി? കുറെ കാലായില്ലേ പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഈ കുട്ടിയും കുട്ടി മകീരം കുന്ന് വരെ പോയി. നന്നായി. തനിക്കാ സമ്മാനം തരേണ്ടത്. നമ്മൾ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി. ആദ്യം അവളെ ഒതുക്കണമായിരുന്നു. ആരെ, തമ്പുരാട്ടിയെയോ? അല്ലടാ, അവളെ, ആ രഞ്ജിനി വർമ്മയെ. അവള് കേറി കേറി അങ്ങ് അടുക്കള വരെ എത്തി. നമ്മളെപ്പോഴും ഔട്ട് ഹൗസിൽ ഔട്ടായി തന്നെ നിൽക്കുക. തമ്പുരാൻ ആരെങ്കിലും ഒരാളെ ദത്തെടുക്കും. അത് അവളെ ആയാൽ നമ്മൾ 3 പേരും സ്വാഹ. ആ സ്വാഹയെന്ന് എന്നെ ഒഴിവാക്കിയരെ. തമ്പുരാൻ അവളെ ദത്തെടുത്താൽ എന്നെ എടുക്കുന്നതിന് തുല്യമാ. അവള് കേറിയാ ഞാനും കേറും. കേറ്? എവിടെ കേറാൻ? കൊട്ടാരത്തിൽ. അവള് തമ്പുരാട്ടിയായി കഴിഞ്ഞാ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു, കൂടെ നിങ്ങളും. എടാ മണ്ട, നിങ്ങളെപ്പോലെ ബുദ്ധിയില്ലാത്തവനാണ് ഞാനും എന്ന് കരുതിയോ? നിങ്ങൾക്കറിയോ, അവളൊരു മുസ്ലിമാടാ. സീന മുഹമ്മദ് കോയ, കടലുണ്ടിക്കാരി. അവൾക്ക് എന്നോട് മുഹബത്താ. പഞ്ചത്ത് ഞാനൊന്ന് നിന്നോടുത്തു. പക്ഷെ ഇപ്പൊ സംഗതി സീരിയസ് ആയി. എന്ത് സംഗതി? പ്രേമം. എടാ തിരുമണ്ട, കാനഡയിൽ മകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന ഡോക്ടർ മാത്യു കൂട്ടുപുരയ്ക്കലിന്റെ ഏക മകൾ സീന മാത്യു കൂട്ടുപുരയ്ക്കൽ, ഭരണങ്ങാനത്തുകാരി നസറാണി പെണ്ണ്, ഇതൊക്കെയാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞു. നമ്മളെ തമ്മിലടിപ്പിച്ച് ഇവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് സ്വന്തം സീറ്റ് ഉറപ്പിക്കാനാണ് അവളുടെ പരിപാടി. ഇനി സമയം കളഞ്ഞിട്ട് കാര്യമില്ല. തുറക്ക്, ജനല് തുറക്ക്. പേടിക്കണ്ട, ഇത് ഞാനാ. എന്താ എന്താ വിളിച്ചേ? തമ്പുരാട്ടി എങ്ങനെ കണ്ട? സോറി, അത് ഞാൻ ഓർത്തില്ല. എനിക്ക് സീനയോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ല, അത് എന്നമ്മാ തൂക്കം വരില്ലയാ? ഉറക്കം വന്നില്ല. പോയോ? ജിമ്മിച്ചാൻ എന്താ വേണ്ടത്? എനിക്ക് സീനോട് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ അകത്തേക്ക് വരാം. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ പുറത്തേക്ക് വരാം. എന്നാ വാ. ഓ, എന്തിനാ ജിമ്മിച്ചാൻ വിളിച്ചത്? ഒന്നുമില്ല, വന്നിട്ട് ഇത്രയും ദിവസമായെങ്കിലും സീനെ തനിച്ചൊന്ന് കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. അതെങ്ങനെ? തമ്പുരാട്ടിയുടെ അടുത്ത് നിന്ന് മാറി കിട്ടിയിട്ട് വേണ്ടേ? തമ്പുരാട്ടിക്ക് ഞാൻ എപ്പോഴും അടുത്ത് വേണം. പുറത്തോട്ട് അങ്ങനെ ഇറങ്ങിയ ആ മൂലം തിരുനാളിന്റെയും പവിത്രന്റെയും ശല്യം. രാത്രി ലൈറ്റ് അണച്ച ശേഷമാ ഞാൻ പ്രാർത്ഥിക്കുന്ന പോലും. എന്തൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത്? ആദ്യം എന്റെ ജിമ്മിച്ചായന് വേണ്ടി, ബാക്കിയൊക്കെ അത് കഴിഞ്ഞ്. എന്താ ആലോചിക്കുന്നത്? നമ്മൾ രണ്ടുപേരും മണവാളനും മണവാട്ടിയുമായി അൾത്താരയിലേക്ക് കാഴ്ചദ്രവ്യങ്ങളുമായി പോകുന്ന ആ ദിവസത്തെക്കുറിച്ച്. അങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാ എന്റെയും പ്രാർത്ഥന. എങ്കിൽ നാളെ നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പള്ളി പോവാം. അയ്യോ, തമ്പുരാനും തമ്പുരാട്ടി അറിഞ്ഞാൽ? തമ്പുരാനും തമ്പുരാട്ടി അറയുന്ന പൂജ കഴിഞ്ഞ് ഇറങ്ങുമ്പോ തന്നെ മണി 9:30 നമുക്ക് അതിന് മുമ്പേ തിരിച്ചെത്താം. പിന്നെ നാളെ എന്റെ ബർത്ത്ഡേ ആണ്. അത്ഭുത പ്രവർത്തകനായ അന്തോണീസ് പുണ്യാളന്റെ പഴക്കം ചെന്നൊരു പള്ളി ഇവിടെ കൂനൂരുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം, പ്ലീസ്. വേണ്ട, അതൊക്കെ പിന്നെ ആവാം. കണ്ടോ,
സീന എന്നോട് കാണിക്കുന്ന ഈ ആത്മാർത്ഥതയൊക്കെ വെറുതെയാ. പണവും പ്രതാപവും മോഹിച്ചാണ് ഞാനിവിടെ എത്തിയതെങ്കിലും എനിക്കിപ്പോ അതിനേക്കാളൊക്കെ വലുത് എന്റെ സീനയാണ്. ഇതൊക്കെ എന്റെ ഹൃദയം കാണാൻ കഴിയുന്നില്ലേ? അതിന്റെ സ്പന്ദനം കേൾക്കാൻ കഴിയുന്നില്ലേ? ജമ്മച്ചായ, ഞാൻ വേണ്ട, സീന നാളെ എന്നോടൊപ്പം പള്ളിയിൽ വരില്ലെങ്കിൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഞാൻ തമ്പുരാനോടും തമ്പുരാട്ടിയോടും തുറന്നു പറയും. അയ്യോ വേണ്ട, ഞാൻ വരാം. ഞാൻ വിചാരിച്ചു സീന വരില്ലെന്ന്. നമുക്ക് വേഗം പോയി തിരിച്ചു വരാവോ? പിന്നെന്താ, വാ. ഇവിടെ വരാനാണല്ലോ പറഞ്ഞിരുന്നത്. അല്ല, കാറേ പള്ളി പോവാൻ. ഇവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്തായി? കാർ എവിടെ? കാർ ഉടനെ എത്തും. പക്ഷെ സ്വപ്പം ചില്ലറയുടെ പ്രശ്നമുണ്ട്. സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഇതാ മോഹൻലാൽ കിലുക്കൻ സിനിമയിൽ രേവതിയെ കൊണ്ടുവിട്ടിട്ട് അവള് തിരിച്ചു വന്ന പോലെ ആവോ? അത് മോഹൻലാല്, ഇത് ബഷീർ. അതാണ് എന്റെ പേടി. നീ പേടിക്കാതെ, അവളെ ഇനി ആരും കാണുകയല്ല. അവള് തിരിച്ചു വരുന്ന പ്രശ്നമില്ല. കാർ കയറിയ ഉടനെ എന്നാ പിന്നെ പേടിക്കേണ്ട പ്രശ്നമേ ഇല്ല. ഹലോ, ഇപ്പൊ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട. അവന്മാര് കൊണ്ടുപോണേ കൊണ്ടുപോക്കോട്ടെ. വേണ്ട, ഇപ്പൊ അവന്മാർ ഇതിൽ ഇടപെട്ട നമ്മളുടെ പ്ലാനിങ് നടക്കാതെ വരും. ഞാൻ അവന്മാരോടൊന്ന് നയത്തിൽ സംസാരിച്ചേ ഒന്ന് ഒതുക്കിയിട്ട് വരാം. ചെല്ലിയല്ലേ, നീ ആവുമ്പോ അവർ ഒതുങ്ങും. കൊണ്ടുവാടാ. ഒന്നേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചവരാ. ഞങ്ങളൊന്ന് പള്ളി പോകാൻ വേണ്ടി വന്നതാ. പള്ളി പോക്കും കല്യാണവും ഒക്കെ ഇത് കഴിഞ്ഞാലും ആവാം. മൂത്രം ഒഴിക്കണേ ഒഴിച്ചോളൂ. അല്ല, പിന്നെ ഒന്നും പറ്റില്ലല്ലോ. അല്ല പവിത്ര,
ഇങ്ങോട്ട് വാ. അഞ്ചര കുറയുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ഡോക്ടറെ വിളിക്കാം. വേണ്ട, ഇപ്പൊ അല്പം ആശ്വാസമുണ്ട്. കുട്ടി ശ്രദ്ധിക്കണ്ടേ? സമയത്തിന് ഇവരെത്തിയത് ഭാഗ്യായി. ആപത്ത് വന്നപ്പോ സ്വന്തം ജീവൻ പണയം വെച്ച് രഞ്ജിനിയെ രക്ഷിച്ച നിങ്ങൾക്ക് ക്ഷത്രിയന് വേണ്ടുന്ന വീറും വാശിയുമുണ്ട്. വരൂ ലക്ഷ്മി.